ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. തടസ്സങ്ങൾ നീക്കി മുഴുവൻ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന മേഖലാതല യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പാലക്കാട് മലമ്പുഴയിൽ നടന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആമുഖ ഭാഷണം നടത്തി. ഭരണരംഗം കൂടുതൽ ജനകീയവും ഊർജ്ജസ്വലവുമാക്കുകയാണ് ലക്ഷ്യം. ചില പദ്ധതികൾക്ക് തടസ്സങ്ങളുണ്ട്, അതൊക്കെ യോഗത്തിൽ പരിഹരിക്കപ്പെടും. ക്ഷേമ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് ലഭിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കും. ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരായവരാണ് ജനപ്രതിനിധികളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വൈകിട്ട് 4:30 നടന്ന സംസ്ഥാനതല പട്ടയമേള പാലക്കാട് കോട്ട മൈതാനത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വരുന്ന നവംബർ 1 ഒരു കുടുംബവും അതിദരിദ്രാവസ്ഥയിലില്ലാത്ത ഒരു നാടായി ഈ കേരളം മാറും. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ഈ പ്രത്യേകത നമ്മുടെ നാടിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് എന്ന് നാം ഓർക്കണം. ഇന്ത്യ വളരെ വിസ്തൃതമായ രാജ്യമാണല്ലോ. നിരവധി സംസ്ഥാനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് അവകാശപ്പെടാനാവുമോ? നമ്മുടെ നാടിൻ്റെ പൊതുനന്മലാക്കാക്കിയുള്ള സർക്കാരിൻ്റെ ഇടപെടൽ, വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ, പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തൽ, ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തൽ, മറ്റു രംഗങ്ങളിലുള്ള ഇടപെടൽ, ഇതെല്ലാം നാടിൻ്റെ നന്മലാക്കാക്കിക്കൊണ്ടുള്ളതാണ്. സംസ്ഥാനത്ത് 30,000 പട്ടയങ്ങളാണ് പട്ടയമേളയിൽ വിതരണം ചെയ്തത്. ജില്ലയിൽ 9,000 പട്ടയങ്ങളിൽ 4,500 പട്ടയങ്ങളുടെ വിതരണം നടന്നു. പട്ടയ വിതരണത്തിനായി 20 കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. .വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.